ചെവി വേദനയുണ്ട്. എനിക്ക് ചെവിക്ക് അത് ആണി അടിച്ച ഒരു വേദന, ഈ സൈഡിലൊരു റേഡിയേഷൻ വരും. ENT ഡോക്ടേഴ്സിനും കാണുന്നുണ്ട്, 12 പേരെ കണ്ടു. കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ മരുന്ന് ഒഴിക്കണം, അതാണ് ഇതാണെന്ന് ഇതിനൊന്ന് ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ചില അസുഖങ്ങളൊക്കെ വരും. പക്ഷേ ഒരു പബ്ലിക് അവയർനെസ് എന്ന രീതിയിൽ അദ്ദേഹം നമ്മളോട് ഈ ഒരു അസുഖത്തെക്കുറിച്ച് തുറന്ന് പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തത് ഞാൻ പറയാൻ പോകുന്നത് റഫേർഡ് പെയിൻ എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ്. അതായത് നമുക്കൊരു സ്ഥലത്ത് വേദന ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരിക്കണം എന്നില്ല ആ അസുഖമുള്ളത്. ഇതിനെയാണ് റഫേർഡ് പെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെവി വേദന ആയിട്ടാണ് പല ത്രോട്ട് ക്യാൻസറുകളും പ്രസൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് പ്രസൻറ്റ് ചെയ്യുക ലെഫ്റ്റ് ഷോൾഡർ പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നെക്ക് പെയിൻ ആയിരിക്കാം, ജോ പെയിൻ ആയിരിക്കാം, ഇവിടെ എൽബോ പെയിൻ ആയിരിക്കാം. ഇത്തരം വേദനകളാണ് റഫേർഡ് പെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റിലുള്ള പെയിൻ്റെ കാരണം ചിലപ്പോൾ നെക്കിലുള്ള ഡിസ്ക് കംപ്രഷൻ ആയിരിക്കാം. അതേപോലെ നമ്മൾ കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ അത് വയറുവേദന ആയിട്ട് വരാം, പലപ്പോഴും തുടയിലെ വേദന ആയിട്ട് വരാം. അതേപോലെ തന്നെ ഗോൾ സ്റ്റോൺ ആണെങ്കിൽ, അതായത് പിത്തസഞ്ചിയിലുള്ള കല്ലാണെങ്കിൽ അത് റൈറ്റ് ഷോൾഡർ പെയിൻ ആയിട്ട് വരാം. ഇതുപോലെ പല കണ്ടീഷനും പല രീതിയിലുമാണ് പ്രസൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ എടുക്കരുത്. അതുപോലെ തന്നെ ഒരു അസുഖം മാറിയിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേറെ ഡോക്ടറെ അടുത്ത് നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം.